welcome to this wonderful episode of Kappa Prime Time. In today's episode of Kappa Prime Time, our guest who will be having a chat with us, our very first guest, he is actually a singer and he has been popular for quite a long time. He is Sunny Dhanandan. അതോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ധന്യയാണ്. ധന്യ is again, she is a freelance content writer. She is actually an evangelist, a disability evangelist, and also she is an inspiration and motivation for many people. And അതോടൊപ്പം നമ്മളോട് ജോയിൻ ചെയ്യുന്ന yet another guest. Now she is also a singer as well as a dancer. She is Sajna Vinesh. And we have the director and writer, Mr. Manu. So welcoming all to Kappa Prime Time. Moving on to my very first guest, Sunny Dhanandan. Sunny Dhanandan oru lookum bhav ella mariyengilum you will definitely understand him when he starts singing. So let me welcome him. Hi Sunny Dhanandan. Welcome to Kappa Prime Time. നമസ്കാരം. സന്തോഷം. എൻ്റെ സണ്ണി, ഞാൻ 2007 സണ്ണീനെ ടി വിയിൽ അവസാനമായിട്ട് 2007-8 അവസാനമായിട്ട് കാണുന്നത്. ഇപ്പൊ ദേ വീണ്ടും കണ്ടു. എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയത്. എല്ലാം കൊണ്ട് വളരെ എന്താ പറയാ, ഓരോ കാലം മാറുന്നതിനനുസരിച്ച് കോലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. കോലത്തിന്റെ അല്ല, പക്ഷെ നന്നായിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ട സന്നിധാനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പാവം, ഇപ്പോഴും അങ്ങനെയാണ്, എന്നാലും പാവം, നോർമലായിട്ടൊരു ഗ്രൗണ്ട് വെരി വെരി ഒരു സിമ്പിൾ മാൻ ആയിരുന്നു. എനിക്കൊന്ന് ഒരുപാട് ആ സമയത്ത് ഒരുപാട് പോപ്പുലർ ആയിരുന്നു സണ്ണി. എനിക്ക് പറയുകയാണെങ്കിൽ എല്ലാ വീട്ടിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ഗായകനായിരുന്നു. അതിനുശേഷം സണ്ണിയുടെ ജീവിതം എങ്ങനെയായിരുന്നു ഒന്ന് പറയാം? ജീവിതം നമ്മളെപ്പോഴും എന്താ പറയാ, സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ സ്വപ്നം കണ്ടതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക, അങ്ങനെയാണ് മ്യൂസിക്കിലൂടെ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം. അത് 2007 ആ ഒരു സംഗീത റിയാലിറ്റി ഷോ അതിന് കാരണമായി. അതോടൊപ്പം തന്നെ എന്താ പറയാ, സിനിമകളിൽ പാടാനുള്ള അവസരം, അതൊക്കെ ഞാനിപ്പോഴും അത്ഭുതത്തോടെ നോക്കി കാണും. ഓക്കെ, സന്നിധാനന്ദൻ ആ ഒരു സ്റ്റാർ സിംഗറിന് ശേഷം എനിക്കൊന്ന് അപ്പോഴത്തെ ഒരു ഇതിൽ ന്യൂസ് പേപ്പർ ആയാലും ബ്ലോഗ്സ് ആയാലും ഫോറം ആയാലും എപ്പോഴും ഉള്ളൊരു പേര് തന്നെയായിരുന്നു സണ്ണി എന്ന് പറയുമ്പോഴത്തേക്കും. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പറഞ്ഞു ഇപ്പോഴും ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു. എന്നാൽ പോലും ആ ഒരു സിംപ്ലിസിറ്റി ഇതുവരെ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകര കാര്യം. സന്തോഷം. അത് നമ്മൾ പോലും അറിയാതെ അത് കൂടുതലായിട്ട് വളരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ ആൾക്കാരെ നമ്മൾ കാണുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഒരു അർഹതയില്ല അവരുടെ 7 അയലത്ത് കൂടെ പോവാൻ പറയില്ലേ, അതാണ് ഒരു അവസ്ഥ. എന്താ നമുക്ക് സണ്ണിയുടെ ഒരു പാട്ട് കേൾക്കാം, എല്ലാരും ഒന്ന് പഴയ ഓർമ്മകളൊക്കെ അയവർക്കത്തെ. ഓ, അതിനെന്താ, ആദ്യം അന്ന് ഞാൻ പാടിയ ഒരു പാട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം, സ്കന്ദനേ സിംഗാരവേലനേ ശരണം, അന്നൈ മാളികപ്പുറത്തമ്മ ദേവിയേ ശരണം, ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, മാമലൈ സബരിയിലെ മണികണ്ഠൻ സന്നിധാനം, മാവിറും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം, പൂമകൾ കുടികൊണ്ട് കുറെ വീശും സന്നിധാനം, പൂമകൾ മൈ സന്നിധാനം, മാമലൈ സബരിയിലെ മണികണ്ഠൻ സന്നിധാനം. അടിപൊളി, ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. അതെ, എന്താ പറയാ, ഗണപതിക്ക് തേങ്ങ വിളിച്ച് നോക്കി തുടങ്ങാന്ന് പറയില്ലേ. ഓക്കെ സണ്ണി, ഇതിന് ശേഷം പാട്ടുകൾക്ക് ശേഷം മൂവീസിൽ പാടാൻ തുടങ്ങി, ഒരുപാട് നോൺ മൂവീസ് സോങ്സും ചെയ്തിട്ടുണ്ട്. ആ പാട്ടുകളെ കുറിച്ച് ഒന്ന് പറയാവോ, മലയാളത്തിലേക്ക് ഉള്ള പാട്ടുകൾ? ഞാൻ ഏറ്റവും ആദ്യം പാടിയത് സ്വർണം എന്ന് പറഞ്ഞ സിനിമയിലാണ്, മോഹൻ സിത്താര സാറിന്റെ ഒരു മൂവി. അത് കഴിഞ്ഞ് അത് നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ പടമാണ്. എന്താ പറയാ, അദ്ദേഹത്തെ കാണാൻ കൊതിച്ച് നടന്ന് 1, 2, 3 സിനിമകൾ
മണിച്ചേട്ടന്റെയാണ് ഞാൻ പാടിയിരിക്കുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പാട്ട് പാടിയത് ശരത് സാറിന്റെ ഒരു പടത്തിലാണ്. അത് പുള്ളിമാൻ എന്നാണ് ആ സിനിമയുടെ പേര്. കളിയരങ്ങിലൊരു തിരിയരങ്ങിലൊരു തിരിമുഴങ്ങി നാട്ടുകൂട്ട കാതിലേക്ക് നാല് ദിക്കിൻ കണ്ണിലേക്ക് കുറവനെത്തി കുറത്തിയെത്തി കൂത്താടി കൂട്ടവുമെത്തി. ഇങ്ങനെ ഒരു ഡ്രാമ കൺസെപ്റ്റിലുള്ള ഒരു പാട്ടാണ് പാടിയത്. അതിനുശേഷം പിന്നെ ദീപക് ദേവ് സാറിന്റെ പടത്തിൽ പാടി, വിജയബാബു സാറിന്റെ ഒരു 4 സിനിമകളോളം പാടി, ഗോപി സുന്ദർ, എം ജയചന്ദ്രൻ സാറ്, അങ്ങനെ സയനോരയുടെ ചക്കപ്പാട്ട് അത് സയനോരയുടെ പടത്തിലെയാണ്. അങ്ങനെ കുറച്ച് പാട്ടുകൾ സയനോരയുടെ അത് നല്ലൊരു ഹിറ്റ് പാട്ടായിരുന്നു, കൂടുതൽ ഹിറ്റ് ആയ ഒരു പാട്ടാണ്. ഓ ശിവന്റെ അമ്പലത്തിന്റെ അടുത്തുള്ള വീട് പ്ലാഞ്ചോട്, പ്ലാഞ്ചോട്ടിൽ കൂട്ടം പിള്ളേം ശകുന്തള നാട്ടിലെ പോലീസ്. ശിവന്റെ അമ്പലത്തിന്റെ അടുത്തുള്ള വീട് പ്ലാഞ്ചോട്, പ്ലാഞ്ചോട്ടിൽ കൂട്ടം പിള്ളേം ശകുന്തള നാട്ടിലെ പോലീസ്. ശകുന്തളേറ്റ് പിള്ളയ്ക്ക് പന പോലെ മക്കള് 3, പക്ഷേ പിള്ളേരെക്കാൾ പിള്ളേക്ക് ഇഷ്ടം പറമ്പിലെ വരിക്കാപ്ലാവ്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോഴേ, ഇപ്പൊ 4 മാസമായിട്ട് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയപ്പോ ചക്കോണ്ട് എലിശ്ശേരി, ചക്കോണ്ട് ഉപ്പേരി, ചക്കോണ്ട് തോരൻ, ചക്കോണ്ട് പായസം, ചക്കോണ്ട് ചോറാണെങ്കിൽ എനിക്ക് വേണ്ടാട്ടോ എന്ന് കുടുംബനാഥന്മാര് പറയണ ഒരു അവസ്ഥ വരെ എത്തി. ചക്കപ്പുഴുക്ക് വരട്ടി എലിശ്ശേരി അവിയല് കൊണ്ടാട്ടം ചക്കത്തോരൻ, ചക്കപ്പുഴുക്ക് വരട്ടി എലിശ്ശേരി അവിയല് കൊണ്ടാട്ടം ചക്കത്തോരൻ. അങ്ങനെ സയനോരയുടെ ഒരു പാട്ട് അങ്ങനെ പാടുകയുണ്ടായി. അങ്ങനെ പോകുന്നു. പിന്നെ നാടൻ പാട്ടുകളാണ് എൻ്റെ ഒരു കൂടുതൽ ഭക്തിഗാനങ്ങൾ പാടുന്നു, അതുപോലെ ഹൈപ്പിച്ച് തമിഴ് പാട്ടുകളൊക്കെ പാടുന്നു. പക്ഷെ ആ സംഗീത പരിപാടിയിലാണ് നാടൻ ശരത് സാറിനോട് പറഞ്ഞത്, നിനക്ക് ഫോക്കിഷ് പാട്ടുകളൊക്കെ നന്നായിട്ട് പാടാൻ പറ്റുന്ന ശരത്തേട്ടൻ പറയുകയുണ്ടായി. അപ്പോ ഞാന് അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ എന്നിട്ട് അദ്ദേഹം ആ ടൈപ്പിൽ കുറെ പാട്ടുകളെ എനിക്ക് പറഞ്ഞു പരിചയപ്പെടുത്തി തന്നു. അതൊരു 10-12 വർഷം മുമ്പാണ്. അമ്പെടുത്ത് രാമനയണ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ. Okay, Sandanan, I'll come back to you. Moving on to my next guest, she is Dhanya Ravi. She is definitely an inspiration and motivation for all of us. So, we'll have a talk with her. Hello, hi Dhanya, welcome to Kappa Prime Time. Thank you. Yes, how are you? I'm good. Enjoying the rain in Palakkad. Amazing, looking beautiful and pretty. Thank you. All right, so you are a freelance content writer. Along with that, you work for the disability. You are also a disability evangelist. So how is your profession going as of now? It's quite good. I don't find anything great or something really sad, but I'm very happy with it. Amazing. Now, content writer ആകുന്നത് ഏതൊരു point of time ലാണ്? When did you start writing? എനിക്കൊരു ഇൻഡിപെൻഡൻസി വരണം എന്ന് തോന്നിയ കാലം തൊട്ടാണ് ഞാൻ ചെറിയ ഒരു ഡേറ്റ എൻട്രി അവിടെ നിന്നൊക്കെ തുടങ്ങിയ ഒരു ഇതാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ 3-4 years ആയി. Okay, nice. Now talking about you are actually a you've got this born rare disease called IO. OI. Osteogenesis imperfecta. Exactly. OI. I'm so sorry. And keeping that aside, ഒരുപാട് പേരെ you have inspired, and there are a lot of people who get motivated. There are a lot of people who actually wants to talk to you to get inspiration as well. How do you motivate yourself? How do for me, I would just say motivation, I think it's always within me, and so I'm not someone who has super energy all the time. There are times that I go really low. Correct. But yeah, what keeps me passionate is about living my life, and I think I taste my life better when I meet my challenges. Okay. So this keeps me going, I would say. Yes, you've been also tagged with this line called the Indian Glass Woman, right? Yeah. How did that name come to you?
It just happened from a journalist. മീഡിയക്കാർ തന്നെയാണ് ഈ ഒരു ടാഗ് എനിക്ക് കൊണ്ടുതന്നത് എന്ന് ഞാൻ പറയാം. ബിക്കോസ് ഞാൻ ഒരു ഫ്യൂച്ചറിൽ വൺ ഓഫ് ദ ജേർണലിസ്റ്റ് മെൻഷൻ മീ ആസ് ഇന്ത്യസ് ഗ്ലാസ് വുമൻ. സോ അവിടെ നിന്ന് തന്നെ they just got on. What are your other interests, Danya, apart from your professional baki interest എന്താണ്? Do you love watching movies? I love watching movies. Movies has been one favorite thing for me, and I like to read. But movies have been a very close friend. Oh, super. ഏത് മൂവിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൂവി among those which you have seen so far? അങ്ങനെ പറയാൻ പറ്റില്ല. I think every story has a lot of uniqueness. Maybe some story talks about love and some story talks about friendship. So everything has its own beauty എന്ന് എനിക്ക് തോന്നുന്നു. സൂപ്പർ. ആരാ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആൻഡ് ആക്ട്രസ് ആരാണ് മലയാളത്തിൽ? Yes, I am a fan of DQ and Mammootty. Okay. Yeah. Super. And actress? Actress, I think I like Aishwarya, I like Mamta. There are a couple of them. I'm not sticking with anyone. I don't have any favorite kind of actress. There are few which I really like. Yeah. Right. Have you met anyone? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? Yes, I have met DQ നെ കണ്ടിട്ടുണ്ട്. Yeah. Super. Right. Okay. You are also a facilitator for a dance group, which I've learned about you. Just tell me about that. So dance group, I'm just doing a humble part in coordinating it. So I believe that everyone, we need to focus more on our fitness and passion. Okay. And I believe dance is something that is there in everyone. I mean, some sort of music is there in everyone is what I believe. Either it can be singing or maybe some sort of rhythm is something that most of us enjoy. So I find a couple of couple of community people whom I have come across who are very passionate about dance and fitness. And I'm just doing a humble role along with my friends. We do some practices of online. So currently, because of this COVID, currently we're focused on online classes. I'm hoping so to come with a dance performance of women with disability very soon. Very nice. So Danya, just a cute question. Do you sing? No, I don't sing. I love music. Music is a great healer for me. Okay. I really don't sing. Super. Now coming back to your childhood time, when your disease was diagnosed, at that point of time, a lack of awareness ഉണ്ടായിരുന്നോ? Definitely there's a lot of lack of awareness, and today I think my divine design of mine is because of that. I think കുറച്ചും കൂടി ടെക്നോളജി വൈസും പ്ലസ് കുറച്ചും കൂടി ഡോക്ടേഴ്സും എൻ്റെ പാരൻസും എല്ലാം കുറച്ചും കൂടി അവെയർ ആണെങ്കിൽ I think എൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. Okay, so now you're working for others, like Yes, also yes. I am trying in a humble way to let people know like there are some possibilities in terms of getting better treatment in our society, and so I'm just trying to connect those dots of those who are not aware of it. I'm not sure whether I can reach out to everyone, but at least to one person, if I reach out and if that one person takes a call and taking care of themselves would actually make my life more purposeful. I learned from my life that from one hard situation or the other, we cannot define the future. You have to believe in your strength and have the courage to have faith in yourself. Moving on to my next guest, she is a singer, she is a dancer, she is an MC, she is an anchor. Let me welcome her. She is Sajna Vinish. Hi Sajna, welcome to Kappa Prime Time. Hi Cynthia. How are you doing? I'm good. Hope you're doing fine too.
I'm doing great. Thank you so much. Well, Sajana, let me congratulate you first because I'm meeting you after the performance that you did last year. You broke the record of singing, 42 hours of continuous singing ചെയ്ത world record കിട്ടിയ ഒരു വ്യക്തി. So I'm congratulating you. And thank you so much. I was quite amazed to see, like, of course, singers have their limits, but you pushed the limits and 42 hours of continuous singing. How did you do it? How did I do it? I have no idea. But 42 in another, actually that was not the idea. We had only said we will be doing 30 hours. Okay. 30 മണിക്കൂർ ചെയ്യാം എന്നുള്ളൊരു ധാരണയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 42 വന്ന് എത്തി എന്നുള്ളതേ ഉള്ളൂ. So it did not happen overnight. ഒരു 2 വർഷത്തെ പ്രിപ്പറേഷൻ ഉണ്ട് അതിന്റെ പിന്നിൽ. Okay. And also because I had to learn so many songs. ഇത്രയും പാട്ടുകൾ പഠിക്കണമായിരുന്നല്ലോ. 42 മണിക്കൂറിനിടയിൽ നമ്മൾ 2 മണിക്കൂറുള്ള കച്ചേരികളായിട്ടാണ് ചെയ്തത്. സോ ഐ നീഡ് ടു നോ ആസ് മെനി സോങ്സ്. പിന്നെ തറയിൽ ചമ്മണം കൂട്ടി ഇരിക്കണം ഇത്രയും നേരം. സോ ദാറ്റ് ടുക്ക് another 8 months and the lack of sleep. So it was a full on process ആയിരുന്നു. It did not happen over a day. It happened over 2 years. So I'm glad it happened right now. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിപ്പോൾ പേടിയാട്ടോ. But then yeah, now when I think about it, I'm happy I did it. But ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ I don't think I will ever repeat it ever again. Now coming to your music career, musician ആണ്, at the same time academics വളരെ importance കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. How is it going right now? Lockdown ആണ്, online ആണോ classes? How are things going in the academics part? Classes online തന്നെയാണ്. We have been taking classes since April, May actually. കാരണം മാർച്ചിൽ ഒരു മാസം ഫുള്ള് നഷ്ടമായല്ലോ. So but then even so പാട്ടായതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിന് കുറച്ചൊരു അസ്വസ്ഥതയാണ് നമുക്ക്. ആസ് ടീച്ചേഴ്സ് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൾട്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. വി ആർ അഡാപ്റ്റിംഗ് വെരി ഫാസ്റ്റ്. ഇപ്പോൾ ഗൂഗിൾ മീറ്റും ക്ലാസ് റൂമും ഒക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. റൈറ്റ്. ഒരു ആങ്കറാണ്, അറ്റ് ദ സെയിം ടൈം സിംഗർ, ഡാൻസർ. യു ഗോട്ട് ലോട്ട് ഓഫ് പ്രൊഫൈൽസ് ടു ആഡ് ടു. ആൻഡ് 18 years ആയിട്ട് സൂര്യ ഫെസ്റ്റിവൽ യു ബീൻ കോൺസ്റ്റന്റ്ലി ദി MC ഫോർ ദാറ്റ് പ്രോഗ്രാം. സോ മോർ ദാൻ 18 I should say. ആൻഡ് അവിടെ തന്നെ പെർഫോം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? So this whole conversation, when I go and tell somebody like, listen, I want to do a vocal marathon, ഒരു 30 മണിക്കൂറോ 36 മണിക്കൂറാണ് നിലവിലുള്ള ലിംക റെക്കോർഡ് ആയിരുന്നത്. സോ 36 hours ബ്രേക്ക് ചെയ്യുന്ന ഒരു റെക്കോർഡ് പെർഫോമൻസ് വേണം എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരും ചോദിക്കുക വട്ടാണോ എന്നാ ചോദിക്കുക. ആൻഡ് നോബഡി വിൽ അക്സെപ്റ്റ് ദാറ്റ്, നോബഡി വിൽ എൻകറേജ് യു. പക്ഷെ മൂർത്തി സാർ ആണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനെന്തും നമുക്ക് ചെയ്യാലോ എന്ന് വളരെ നിസ്സാരമായി പുള്ളി അത് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹി എൻകറേജസ് ആർട്ടിസ്റ്റ് ഓഫ് എനി കാലിബർ. ആൻഡ് ഇറ്റ്സ് സർപ്രൈസിങ്. സർ അതുവരെ ഞാൻ പാടി കേട്ടിട്ടില്ല. സർ ഹാസ് നോ ഐഡിയ ഹൗ ഐ സിംഗ്. പക്ഷേ സാർ പറഞ്ഞ അനുസരിച്ച് ഒരു 12 hours ഞങ്ങൾ ഒരു ട്രയൽ ചെയ്തിരുന്നു 2015. സോ ദാറ്റ് വാസ് എക്സാക്ട്ലി പാത്ത് ബ്രേക്കിംഗ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. 12 മണിക്കൂർ ചെയ്ത് നോക്കാം, let us see how your voice response എന്നൊക്കെ ഉള്ളത് പറഞ്ഞിരുന്നു. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ സൂര്യയിൽ ഇത്രയും വർഷമായി ഒരു അവതാരകൻ എന്ന നിലയിൽ ഞാൻ ഇന്നും അഭിമാനത്തോടെ പറയുന്ന ഒരു റോളാണ് എൻ്റെ. സൂര്യയുടെ ആങ്കർ ആണ് അല്ലെങ്കിൽ കോമ്പിയർ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ അതേ ഗണേശം എന്ന് പറയുന്ന ആ വേദിയിൽ അത് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ അനുഗ്രഹമാണ്. ആൻഡ് നോ വൺ ബട്ട് മൂർത്തി സർ കുഡ് ഹാവ് പുൾഡ് ഇറ്റ് ഓഫ്. ഞാൻ ഒരാൾ വിചാരിച്ചാൽ കൂടിയാൽ കൂടില്ലായിരുന്നു ഒന്നും. സോ ഹി ഈസ് ദി പില്ലർ ഓഫ് സ്ട്രെങ്ത്, ഹാസ് ഓൾവേസ് ബീൻ ഓൾസോ. Now you were a dancer, classical, not you were, you're still a dancer, but then dancing-il നിന്നുമാണ് സിംഗിങ്ങിലേക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു? How did it start from your dancing to singing? Dance, I think I have learned and performed for over 18 years. അതാണ് ആദ്യം ചെയ്തത്. പക്ഷേ എൻ്റെ നൃത്തം അഭ്യസിപ്പിച്ചിരുന്ന ഗുരുക്കന്മാരെല്ലാവരും തന്നെ പാട്ടുമായി വളരെ അടുപ്പുള്ളവരാണ്. മൈഥിലി ടീച്ചറായാലും റിഗാറ്റിലെ ഗിരിജ ടീച്ചറാണെങ്കിലും. സോ മൈഥിലി ടീച്ചർ, I think I should say thank you to her because she is the one who എന്താ പറഞ്ഞ പാട്ടിലേക്ക് സ്റ്റിയർ ചെയ്ത് വിട്ടത് ടീച്ചറാണ്. പാട്ടുകൾ കേൾക്കാൻ ശീലിപ്പിച്ചതും ടീച്ചറാണ്. സോ ദാറ്റ് ഈസ് വേർ ഇറ്റ് ഓൾ ബിഗാൻ ആക്ച്വലി. Okay, super. So why don't you sing few lines if you don't mind? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ലൈൻസ് പാടാം.
Yeah, I would like to sing something that I've composed itself. Amazing. Okay. So one of my earlier compositions actually. Okay. അതൊരു തമിഴാണ് ചെയ്തത്. Hmm. Music 247 ആണ് അത് പ്രൊഡ്യൂസ് ചെയ്ത് റിലീസ് ചെയ്തത്. Okay. It's a Tamil single and lyrics was by Charu Hariharan, also another very Charu. familiar musician, right? Yeah. Charu a lyric എഴുതിയത്. Oh, super. Okay. തമിഴ് ആയതുകൊണ്ട് ചാരു ഹെൽപ്പ് ഔട്ട് ചെയ്തതാണ്. and she's been another inspiring artist for me also. Super. So അതൊന്നൊരു രണ്ട് വരി പാടാം. All right. Yeah. നിലാവൽ ഓകിരായി ഉനിതൽ வாழ்கிறேன் உயிர் விடை பெறுகிறேன் உன்னை தொடும் போதிலே இன்பங்களில் மலர்கிறேன். Alright, Sajna, I'll keep you on hold for some time. I'll come back to you. So moving on to Sunny Dandan. മറ്റു ഭാഷകളിലൊക്കെ എങ്ങനെയാണ് സണ്ണിയുടെ ഒരു? മറ്റു ഭാഷ തമിഴ് പടത്തില് രണ്ടെണ്ണം പാടിയിട്ടുണ്ട്. ഒന്ന് ആർവം എന്ന് പറഞ്ഞ ഒന്ന് സിനിമ. ഇനി പിന്നെ ഇപ്പൊ ഇറങ്ങാൻ ഈ ലോക്ക്ഡൌൺ സമയം ആയതുകൊണ്ടാണ് അതിന് മുമ്പ് ഇറങ്ങാനുള്ള ഒരു തമിഴ് പടം പാടിയിട്ടുണ്ട്. അത് നാമുത്തുക്കുമാർ സാറിന്റെ വരികളാണ്. അങ്ങനെ മലയാളത്തില് നമ്മുടെ റോണി റാഫേൽ സാറാണ് ആർവം എന്ന് പറഞ്ഞ സിനിമയില് എന്നെ ആദ്യം തമിഴ് പടത്തിൽ പാടി. റോണി റാഫേൽ സാർ ഞങ്ങളുടെ ഒരു ഗസ്റ്റ് ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ഇറങ്ങാനിരിക്കുന്ന സിനിമ ഉണ്ടല്ലോ, ലോക്ക്ഡൌൺ ഒക്കെ തീർന്നു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് നമ്മളെ വരവേൽക്കാനുള്ള ഒരുപാട് സിനിമകൾ ഉണ്ട്. അതിലൊന്ന് റോണി ചേട്ടന്റെയാണ്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അടിപൊളി. സന്നിധാനന്റെ വായിൽ നിന്ന് നമുക്കൊരു തമിഴ് പാട്ട് കേൾക്കാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവും? പിന്നെന്താ, പാടാലോ. കാറ്റിൽ വരും ഗീതമേ എൻ കണ്ണനെ അറിവായ അവൻ വായ് കുഴലിൽ അഴകാക അമുദം തതുമ്പും ഇസയാക മലർந்தாய் നടந்தாய் അலை போல் விழுந்து காற்றில் வரும் கீதமே என் കണ്ണനെ അറിവായ. അടിപൊളി സന്താനൻ. എന്തായാലും ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിലാണ്. അപ്പം ആ ഒരു പാട്ടിന്റെ പരിപാടിയിൽ തന്നെയാണെന്ന് തോന്നുന്നു എല്ലാവരും, അല്ലേ? ഇപ്പൊ എങ്ങനെയാണ് കമ്പോസിംഗിലേക്ക് വല്ല ഇതിലേക്ക് കയറിയിട്ടുണ്ടോ സന്നിധാനൻ? മ്യൂസിക് കമ്പോസിംഗിലേക്ക്? കമ്പോസിംഗ് ഒന്നുമില്ല, പക്ഷെ കമ്പോസിംഗ് ഒക്കെ ചെയ്തിട്ട് വേറെ വല്ലവരുടെയൊക്കെ പേരൊക്കെ വെച്ചിട്ട് വിടും, അല്ലാതെ സ്വന്തം പേരിൽ ഇതുവരെ. അത് ഹിറ്റ് ആവുകയാണെങ്കിൽ ഹിറ്റ് ആവട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ, ആയിക്കോട്ടെ. എന്തായാലും അതിന്റെ എന്താ പറയാ, അതിന്റെ ഗുണം ദോഷമൊക്കെ ആരുടെ പേരിലാണോ അവര് അനുഭവിച്ചോട്ടെ. സത്യം പറഞ്ഞാൽ കോവിഡ് വന്നപ്പോ എല്ലാവരും ഓരോ പാട്ടുകൾ ഇറക്കിയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു പേര് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടുക അതിനോട് എനിക്ക് യോജിപ്പില്ല. ഒന്ന് രണ്ട് പേരൊക്കെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ. പക്ഷെ അല്ലാതെ ഒരു പാട്ട് ഇപ്പൊ അടുത്ത് പാടിയായിരുന്നു. കേൾക്കാത്ത രോഗങ്ങളെല്ലാം ഭൂമി പാടെ നിറയണ കാലമിതല്ലേ, കേൾക്കാത്ത രോഗങ്ങളെല്ലാം ഭൂമിയിൽ പാടെ നിറയണ കാലമിതല്ലേ, ആനന്ദ പരമാനന്ദമീതെങ്ങാണൻ പരദൈവങ്ങളെ, ദൈവങ്ങളെ.
അടിപൊളി അടിപൊളി. എനിക്കൊന്ന് സരിതാനന്ദൻ പാടുന്ന പാട്ടുകളെല്ലാം നല്ല ഹൈ നോട്ട്, ഭയങ്കര ഹൈ റീച്ചുള്ള പാട്ടുകളാണ്. അതാണോ താല്പര്യം, അതോ കുറച്ച് താഴോട്ട് വരാൻ താല്പര്യം? അങ്ങനെയില്ല, അത് വെച്ചാ നമുക്ക് അങ്ങനത്തെ ഒരു ഒക്ടീവാണ് എന്റെ. പക്ഷേ കൂടുതൽ ഫീല് ഉള്ളതായിട്ട് അത്തരം ഹൈപ്പിച്ച് പാട്ടൊക്കെ പാടുമ്പോ എനിക്ക് തോന്നാറുണ്ട്. അപ്പോ ഞാൻ ആ റൂട്ടിലേക്ക് അങ്ങോട്ട് സഞ്ചരിച്ചു പോയി. അടിപൊളി. എന്തായാലും സണ്ണിയുടെ ഇനി ഈ പാട്ടുകളല്ലാതെ സണ്ണിയുടെ ബാക്കിയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്? പിന്നെ ഒന്നുമില്ല, പാട്ട് കേൾക്കുക, പാട്ട് പഠിക്കുക, പിന്നെ യാത്ര പോവുക, ഒറ്റയ്ക്കുള്ള സഞ്ചാരം, യാത്രയോടാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പലരും ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നതുപോലെ തന്നെയാണ് എന്റെ സ്വഭാവം. ഇപ്പൊ യാത്രയാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അഭിനയത്തിലേക്കൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? സ്കൂള് പഠിക്കുമ്പോ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു സീരിയല് ഏഷ്യാനെറ്റിൽ പണ്ട് ചെയ്തിട്ടുണ്ട്, അത്രയൊക്കെ തന്നെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സണ്ണിയുടെ ഒരുപാട് ആരാധകന്മാരുണ്ട്, അവരിപ്പോ വിളിക്കാറുണ്ടോ, അന്വേഷിക്കാറുണ്ടോ? ആരാധകരും ആരാധികമാരും ഒക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഞാൻ അവരെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്? അല്ല, ഞാൻ പറയും, അല്ല, എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമുണ്ട്. അങ്ങനെ ആരാധിക അല്ലെങ്കിൽ ആരാധകൻ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ഫോൺ ചെയ്യാറുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കാറുണ്ട്. പണ്ടുള്ളവരുടെ ഒക്കെ ആയിട്ട് ഇപ്പോഴും 12 വർഷമായിട്ടുള്ള സൗഹൃദം ഇപ്പോഴും ഉണ്ട്, അന്ന് പാടുന്ന കാലത്തുള്ള. പിന്നെ പുതിയ പുതിയ ആൾക്കാര് നമ്മളെ ഫോൺ ചെയ്യുന്നു, ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ ഒക്കെ വഴിയൊക്കെ പലരും നമ്മളെ ബന്ധപ്പെടാറുണ്ട്. സണ്ണിയുടെ കുടുംബം എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? കുടുംബം, അമ്മ, ഭാര്യ, 2 മക്കള്. അടിപൊളി. അവരെയും പാട്ട് പഠിപ്പിക്കുന്നുണ്ടോ? ചെറിയ ആള് അത്യാവശ്യം പാട്ടൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കും. മൂത്തയാൾക്ക് വലിയ താല്പര്യമില്ല. മൂത്തയാൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും സണ്ണിയുടെ ജോലിയൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. ഇനി ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ കേൾക്കാനായിട്ട് വരട്ടെ, പാടിക്കൊണ്ടിരിക്കുക. സന്തോഷം. ഇട്ടിട്ടാങ്കിളിയേ വട്ടം പറക്കുമ്പോ കുട്ടാടൻ പാടത്തിന്റെ കരേല് ഒരൊറ്റപ്പെര കണ്ടു, ഒറ്റപ്പെര കണ്ടു. ഇട്ടിട്ടാങ്കിളിയേ വട്ടം പറക്കുമ്പോ കുട്ടാടൻ പാടത്തിന്റെ കരേല് ഒരൊറ്റപ്പെര കണ്ടു, ഒറ്റപ്പെര കണ്ടു. നന്ദി. അടിപൊളി. താങ്ക് യു. താങ്ക് യു. മൂവിങ് ഓൺ ടു മൈ നെക്സ്റ്റ് ഗസ്റ്റ്, മൺറോത്തുരുത്ത് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമിൻ്റെ ഡയറക്ടറാണ്. ഈസ് ഓൾസോ എ സ്ക്രിപ്റ്റ് റൈറ്റർ, മിസ്റ്റർ മനു. അദ്ദേഹത്തിനോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ഹായ് മിസ്റ്റർ മനു, വെൽക്കം ടു കപ്പ പ്രൈം ടൈം. ഹായ്, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. ഓക്കെ, എനിക്കൊന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മിനി സ്ക്രീൻ ഒരു പരമ്പരയിൽ നിന്നുമാണ് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത്. സാറിൻ്റെ ആ ഒരു യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞാനൊക്കെ കണ്ടിരുന്ന ഒരു സീരിയൽ തന്നെയായിരുന്നു പമ്പരം എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു സീരിയലാണ് അത്. എനിക്കൊന്ന് 500ഓളം എപ്പിസോഡ് അത് പോയിട്ടുണ്ടല്ലേ? കുറേ എപ്പിസോഡ് പോയി. അതെ അതെ അതെ. കോമഡിയിൽ നിന്നും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജോണറാണ് പിന്നെ തിരഞ്ഞെടുത്തത് തന്നെയാണ്. എങ്ങനെയാണ് ഈ മിനി സ്ക്രീനിലേക്ക് സാർ ആദ്യമായിട്ട് എത്തുന്നത്? കോമഡിയിൽ നിന്ന് സിനിമ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലേക്കുള്ള പറയുന്നതിനേക്കാൾ ഞാൻ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ കൂടെയാണ് ഇതുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നത്. അതൊക്കെ കുറെ കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമാ ലോകം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പത്രപ്രവർത്തനമൊക്കെ ആയിട്ട് കഴിയുന്ന കാലത്താണ് ഈ സീരിയൽ കോമഡി സീരിയൽ പമ്പരം ചുമതലയേറ്റെടുക്കുന്നത്. അത് സാങ്കേതികമായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ വാസ്തവത്തിൽ. ഇതിന്റെ സാങ്കേതിക വശങ്ങൾ നേരിട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കളരിയായിട്ട് അത് മാറി എന്നുള്ളത്. അതിലുപരി എനിക്ക് വാസ്തവത്തിൽ ചെയ്യാൻ ഉദ്ദേശം ഉണ്ടായിരുന്ന വർക്കുകൾക്ക് അങ്ങനെ ഒരു ടെലിവിഷൻ ഓഡിയൻസിന്റെ ഒരു പിന്നെ നമ്മൾ പമ്പരത്തിന്റെ ഓഡിയൻസിനെ ഓർക്കുന്നുണ്ടാവില്ല. അവർക്ക് പറ്റിയൊരു ഫലമായിരുന്നില്ല എനിക്ക് ചെയ്യാനുണ്ടായിരുന്ന വർക്കുകൾ. അങ്ങനെ ഞാൻ എക്സിറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ടാണ് ഇതിനകത്ത് വരുന്നത്. മൺറോത്തുരുത്ത് എന്ന് പറയുന്ന വളരെ എന്താ പറഞ്ഞ ആൾക്കാർ സ്വീകരിച്ച ഒരു ഫിലിമാണ്. അതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ചെയ്തിരിക്കുന്നത് സാർ തന്നെയാണ്. ഈ ഒരു ഫിലിമിനെ കുറിച്ചൊന്ന് പറയാമോ?
മൺട്രോത്തുരുത്ത് കൊല്ലത്തിനടുത്തുള്ള ഒരു ദ്വീപാണ്, അറിയാമായിരിക്കും. അതെ അതെ, മൺട്രോ അത് ഞാനൊരു മെറ്റഫർ എന്നുള്ള നിലയ്ക്കാണ് ആ പേര് ഉപയോഗിച്ചത്. ഒരു തുരുത്ത് എന്നുള്ള നിലയ്ക്ക് ഒറ്റപ്പെട്ട മനുഷ്യരുടെ, അതായത് സമൂഹ ജീവിതവും കുടുംബജീവിതവും ഒക്കെ നയിക്കുമ്പോൾ തന്നെ സ്വയം ഒറ്റപ്പെടുന്ന മനുഷ്യരുടെ അവസ്ഥ അത് ആളുകൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുദ്ധമായ അർത്ഥത്തിൽ ഒരു ബുദ്ധിജീവി സിനിമ അല്ലായിരുന്നുകൊണ്ട് കുറെ സ്വീകാര്യത കിട്ടി എന്നുള്ളത് ശരിയാണ്. എങ്കിലും അത് പിന്നെ ആ കാലത്ത് വാസ്തവത്തിൽ അതിനൊക്കെ ശേഷമാണ് കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ ഒരു മെയിൻ സ്ട്രീമിന്റെ ഭാഗമായിട്ട് മാറുന്നത് കുറെ കൂടെ കഴിഞ്ഞിട്ടാണ്. എനിക്ക് കൊച്ചുമക്കളും വേണ്ട, ഒരു കോപ്പും വേണ്ട, വിളിച്ചോണ്ട് പൊയ്ക്കോണം നാളെ തന്നെ ഇവിടെ നിന്ന്. അപ്പൂപ്പൻ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണോ? നിക്കടാ അവിടെ, അവിടെ നിക്കടാ രാജ, പിടിയടാ അവനെ. ഞങ്ങളെ മൺട്രോ തുരുത്തുകാരാ, തുരുത്തി കിടന്ന് ഒരുത്തന്റെ വേല നടക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തില് ശരി തെറ്റ് എന്നുള്ള ഒരു ഇതിലാണ് ആ ഒരു തീം പോകുന്നത്. ശരിക്കും ഇൻ റിയൽ ലൈഫ് ഒരു ട്രൂത്ത് സീക്കർ ആണോ, ഒരു ഫിലോസഫർ ആണോ? അങ്ങനെയില്ല, ഫിലോസഫി എന്റെ പഠിച്ചിരുന്ന സബ്ജക്റ്റായിരുന്നു എന്നുള്ളത് വലിയ കൗതുകം എന്ന് പറയുന്നതിന് തന്നെയാണ് ഞാനതൊരു വലിയ അർത്ഥത്തിൽ ഫിലോസഫി ചെയ്യുന്നത്. ഇപ്പം ഫിലോസഫി ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വിജ്ഞാനത്തോടുള്ള പ്രണയം എന്നൊക്കെയാണ്, ലവ് ഫോർ നോളജ് എല്ലാം. അത് കൗതുകത്തിന്റെ ഒരു വലിയൊരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ആ കൗതുകം എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ് ഈ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫോഴ്സ്. വളരെ ശരി. അറിയാത്ത കാര്യങ്ങൾ അറിയാനുള്ള. അതെ അതെ, ഒരുപാട് എഴുത്തിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ മാഗസിനിലൊക്കെ ആയിട്ട്. എഴുത്ത് എനിക്ക് തോന്നുന്നു കുടുംബത്തിലും, കാക്കനാട് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ് താങ്കൾ. എഴുത്തിന് എത്രത്തോളമാണ് ഫാമിലിയിൽ, എനിക്ക് തോന്നുന്നു അതൊരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കഴിവ് തന്നെയാണ്. ഒരുപാട് എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എഴുത്തുകാരുടെ ഒരു ഫാമിലിയാണെന്ന് പറയുന്നത് ശരിയാണ്. വീട്ടിൽ ഒരുപാട് എഴുത്തുകാരുണ്ട്, തന്നെയാണ്. അത് പൊതുവെ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ശരിയാണ്. വേറെ അത് അതിൽ കൂടുതൽ ഇങ്ങനെ എഴുതുക എന്ന് പറയുന്ന ഒരു ദൗത്യമായിട്ടൊന്നും ഏൽപ്പിക്കുന്ന ഒരു ഫാമിലി അന്തരീക്ഷമല്ല. അങ്ങനെ ഒരു ഇന്ന രീതിയിൽ വേണം വികസനയൊന്നുമില്ല. കാരണം പലരും എന്നെക്കാൾ നന്നായിട്ട് എഴുതാൻ അറിയാവുന്ന കുടുംബത്തിലുള്ളവർ പലരും മറ്റു പ്രൊഫഷനുകളിലേക്ക് പോയിട്ട് എഴുതാതിരിക്കുകയും. റൈറ്റ്. ഇപ്പം മൺട്രോ തുരുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ റിലീസ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതെല്ലാം ഓവർകം ചെയ്തിട്ട് അത് റിലീസാവുകയും ചെയ്തു. ആ ഒരു ഡിഫിക്കൽട്ടി എന്തുകൊണ്ടാണ് ഉണ്ടായത്? പൊതുവെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് തരം ദുഷിച്ച പ്രവണതകളുടെ ഒരു ഫലം കൂടെ ആണ്. അതിന്റെ കൂടെ കൃത്യസമയത്ത് പിന്നെ ഇടിവിട്ടുവിനെ പാമ്പോടിച്ചെന്ന് പറഞ്ഞ പോലെ നോട്ട് ഇന്ന് ലോകത്തിന് പോകും. അതേ സമയത്ത് എല്ലാം കൂടെ ചേർന്നപ്പോ സംഗതി ഭംഗിയായി. അതെ അതെ. ഏതായാലും ചിത്രത്തിന് ഒരുപാട് പേര് അതിനെ കുറിച്ച് അതിന്റെ അഭിപ്രായം പറയുക ചെയ്തിരുന്നു. അതിനുശേഷം ചിത്രം കുറച്ചുകൂടെ ആൾക്കാരുടെ ഇടയ്ക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സിനിമയായിരുന്നു. ബുദ്ധിജീവി സിനിമ അല്ലാത്തതുകൊണ്ടും അതിന്റെ ട്രീറ്റ്മെന്റിനകത്ത് അങ്ങനെ ഒരു ദുർഗ്രാഹ്യത പൊതുവെ അതിന്റെ ക്ലൈമാക്സിന് അങ്ങനെ ഒരു പരമ്പരാഗത സിനിമകളുടെ ക്ലൈമാക്സ് പോലെ അല്ലാന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ജനകീയമാവേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഉപയോഗിക്കപ്പെട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അതിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, ഇന്റർനാഷണൽ ലെവൽ വരെ പോയിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മുടെ സ്റ്റേറ്റിന് അവാർഡ് കിട്ടാത്തതിൽ വിഷമമുണ്ടോ? ഇല്ല, അവാർഡ് എന്ന് പറയുന്നത് പിന്നെ അവാർഡ് കമ്മിറ്റിയുടെ ഒരു കാര്യമാണ്. അതെ, നമ്മുടെ അവാർഡ് കുട്ടികൾക്ക് ഞാൻ അപേക്ഷിച്ചിട്ടുള്ള അവാർഡുകൾ ചിലവരും കിട്ടിയിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, റൈറ്റ്. ഈ ചിത്രം ബ്രസീലിയൻ ഫെസ്റ്റിവലിലും പോയിട്ടുണ്ടായിരുന്നു. ബ്രസീലില് സ്ക്രീൻ ചെയ്തിരുന്നു. അങ്ങനെ പല ഫെസ്റ്റിവൽസിന് പോയിരുന്നു. പോകാനുള്ള പല സാധ്യതകളും ഉപയോഗിക്കാതെ പോവുകയും ചെയ്തു, മറ്റു ചില വ്യക്തിപരമായ കാരണങ്ങളായി. പിന്നെ അത് നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ അത് കുറെ കൂടെ ആൾക്കാർക്ക് കാണാൻ പറ്റി. കുറെ കൂടെ പല സ്ഥലത്തു നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു. ഓക്കെ അപ്പൂപ്പ, തുടങ്ങിക്കോ. ഈ ലോകത്ത് 2 സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് മൺട്രോ തുരുത്ത്, മറ്റേത് അക്കരെ.
അവരെല്ലാം അക്കരക്കാരി, നമ്മൾ മാത്രം ഇക്കരക്കാരി. സർപ്പസുന്ദരികളെ. Okay, Mr. Manu, I'll come back to you. Moving on to Dhanya. You instill so much of confidence for the specially abled people out there as well. Even through your talks, I must say, TEDx talks, you've done TEDx and Josh talks as well. How did those events go? So I'm a person who actually never wanted to come on stage and talk. Okay. Limelight അങ്ങനെ വരണമെന്നൊന്നും ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ I never wanted to speak and tell my stories out aloud and things like that. But life took me this way, and I think for me to, as I said, I am very passionate, or maybe it is my life that has taught me to come forward and share stories, so that as I believe, I don't want another person in my community to go through the same struggles of what I go through. So to reach out to those, I think these are some of the ways. And I'm still not a good speaker or anything of that sort. I'm just doing my bit with what I know. I'm courageous and I'm not going to get sad away by fear. But I shall always do my best with what I have. This reverberated within me as an affirmation, and I found peace. The next day morning I woke up as bright as ever. Now coming with the awards and recognition, it has come all the way down from different places. So how do you feel about getting those recognitions and awards? Recognition for me, I think it infuses in me to be more responsible as a person, because this has encouraged me to reach out to more audience, and more than me being a recipient of certain awards. For me, this is I feel these are the encourage system, or maybe the support system that has always helped me to reach out to a larger audience. And I think this is also building in me to be more responsible as a person, like I said earlier, where my personal choices has to be kept a little aside. As I said, these are some of the things that I really don't wish to do in terms of doing a public speaking as such. But for me to reach out to all my purposes, these are some of the ways, and these recognition is those platforms which helps me to reach more larger audience. Now Dhanya, coming to your family, just tell me about your family. Who all are there at home? My family comprises of my parents and elder brother, his family. Oh, so sweet. Right now, being a content writer, you should be in front of the system for quite a long time to develop and write. So, how do you work? For who all have you worked so far? I work for a news media as a freelance. I do a freelance work, so the things just keep changing. I've been working with news media, I've been working with advertising agencies. So these two, and I've also worked for some retailers also. So platforms just keep changing based on my contracts. So, if there's somebody that you want to meet from the film industry, who would it be? I would like to meet Mammootty. Super. So this is something that I'm looking forward, but I don't know when. Although I got an opportunity to meet DQ, but this has not happened yet. So Dhanya, you are also a founder trustee of a foundation. Just can you brief me about that? So this is actually made by me and my friends. So this year something very beautiful was marked in my journey, that we could conduct India's largest fashion show by differently able individuals on February 29th, which is observed as International Rare Disease Day. Okay. So this was one of the first activity that has been taken from this organization, where we had around 35 RAM models, where 35 differently able individuals from different family background and different health conditions. Okay. So it was a kind of a huge program. I'm so happy that
people actually trusted in me or the people or my friends or in the community, and they made it a great success with the support and presence. Okay. So be February 29th being a leap year, so it happens every 4 years, is it like that? Yes, and so February 29th is observed as International Rare Disease Day. Yes, And yes. I'm a person who wish to create more and more awareness about genetic diseases and rare disease. So I think this has been a great blessing. Okay. And you've also been a volunteer for the audio reads as well. I've learnt about you when I learnt about you. Can you just Yes, educate as me? I do audio reads for a community of people in Trivandrum. I volunteer in terms of reading audio reads for persons with visual impairment. Oh, okay, nice. So I think there are a lot of things more to talk about you, Dhanya. You've got a lot in your profile, I must tell you. But you're doing a wonderful job, and as you said, like you don't want to be on the limelight, but then that's what God's grace. People just wants you to come to the limelight to educate people more on this and make them aware, and which you're doing it very brilliantly, I must tell you. Thank you so much. I need to say Kappa TV also have played a great role in my journey happiness project. I was able to be part of the one of the episodes, and I think very recently one of the short from the episode have gone viral on Instagram. Yes. Yeah, so Are you active in Instagram? I am active in all social media. Super. I'll get you there somewhere. Sure. All right, so Dhanya, so keep up the good work. Do convey our regards to all at home and your friends. Thank you so much during this lockdown. I wish to tell the viewers of the ZF program is that please stay happy and please be more grateful for your life. Correct. Corona, I think as we all know, we need to live with this new normal, and the best way is by being more aware. Keep yourself more fit and explore all your dreams. Thank you. Thank you so much, Dhanya. It was a pleasure talking to you. Thanks a lot. Thank you. Thank you. Bye. Moving on to Sajna. Just tell me about your college life. How was your college life? College life as a teacher, right? As a teacher, yes, but അതിന് മുന്നേ ഉള്ളൊരു കോളേജ് ലൈഫ് ഉണ്ടായിരുന്നല്ലോ ബിഫോർ ആസ് എ സ്റ്റുഡന്റ്. സോ വിമൻസ് തന്നെയാണ് ഞാൻ പഠിച്ചത്, വിമൻസ് കോളേജ് ഇവിടെ ട്രിവാൻഡ്രം. സോ ഇവിടുത്തെ ഒട്ടുമിക്ക ഈ പറഞ്ഞ പോലെ ഇന്റർ കോളേജ് യൂത്ത് ഫെസ്റ്റിവൽസ് ആയാലും കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽസ് അപ്പോഴൊക്കെ അന്നെല്ലാം സജീവമായിരുന്നത് നൃത്തത്തിലാണ്. ഐ നെവർ റിയലി വെൻ ഫോർ എ മ്യൂസിക് കോമ്പറ്റീഷൻ. ഞാൻ പാട്ട് പഠിക്കുവാൻ ഞാൻ മെയിൻ എടുത്തത് BA മ്യൂസിക് ആണ്. അത് കഴിഞ്ഞ് MA മ്യൂസിക് അവിടെ തന്നെ ചെയ്തത്. സോ കോളേജ് വാസ് എ ലോട്ട് ഓഫ് ഫൺ. ആൻഡ് ഈ പറഞ്ഞതുപോലെ കോളേജിൽ ഒരുപാട് എക്സ്പോഷർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്രയും സോഷ്യൽ മീഡിയ ഇവോൾവ്ഡ് അല്ല. അപ്പൊ നമുക്ക് കോളേജിൽ കൂടെ കിട്ടുന്ന അവസരങ്ങളാണ് കൂടുതലും. പിന്നെ കോളേജിലായിരുന്ന സമയത്താണ് IFFK അവതാരികയായിട്ട് ജോയിൻ ചെയ്തത്. സോ ദാറ്റ് വാസ് ഓൾസോ ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ്. ഒരുപാട് പേരുമായി ഇന്ററാക്ട് ചെയ്യാനും സോഷ്യലി നമ്മൾ ഒരുപാട് പേരുമായിട്ട് ഇടപഴകാനും എല്ലാത്തിനും എനിക്കൊന്ന് കോളേജ് വാസ് the most beautiful time in my life, which really evolved me as an artist. അത് പറയണം. പക്ഷെ അന്ന് കൂടുതൽ സജീവമായിരുന്നത് നൃത്തത്തിലായിരുന്നു എന്ന് മാത്രം. കറക്റ്റ്. ആ ഒരു സമയത്ത് സജ്ന എല്ലാ പ്ലാറ്റ്ഫോമിലും യുവർ പെർഫോമൻസ് വാസ് ദേർ. ദാറ്റ് വാസ് ദ ബെസ്റ്റ് പാർട്ട്. സോ അമേസിംഗ്. ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് ഇപ്പം ആ കോളേജിൽ തന്നെയാണ് പ്രൊഫസറായിട്ടും മാറിയേക്കുന്നത്, റൈറ്റ്? Yeah, so actually first appointment മഹാരാജാസിലായിരുന്നു. എറണാകുളം മഹാരാജാസിലാണ് ജോയിൻ ചെയ്തത്. 2.5 years I was there. So now ഇപ്പം 2 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. So how is it working in your own college, ഇതെന്റെ കോളേജാണെന്നുള്ള അഹങ്കാരം വരില്ലേ? ഒരു കുഞ്ഞ് അഹങ്കാരമുണ്ട്, not so much, but there is lots of nostalgia, especially നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങളുടെ HOD ആയിരുന്നത് എന്നെ തന്നെ പഠിപ്പിച്ച അധ്യാപികയാണ്. സോ ദാറ്റ്സ് വെരി സ്പെഷ്യൽ. പിന്നെ കോളേജിലാണെങ്കിലും മിക്ക അധ്യാപകരും ഞാൻ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്തേ ഉള്ള അധ്യാപകരുണ്ട്. സോ ആൻഡ് ദേ ഫീൽ വെരി ഹാപ്പി ടു സീ us there. So it's very ഭയങ്കര nostalgic ആണ്. But at the same time I think when you go and sit down for a class and you see yourself there എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, so I feel that that is something I've always wanted to do.
വേണം, അല്ലെങ്കിൽ നമുക്ക് പാട്ടിലൂടെ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു പൊസിഷനിൽ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമില്ല. എസ്പെഷ്യലി ഐ എം നോട്ട് ഡൂയിങ് എ 9 to 5 ഭയങ്കര ടാക്സിംഗ് ആയിട്ടുള്ള ജോബ് അല്ല. ഓരോ മണിക്കൂറും എന്റെ വർക്ക് എന്ന് പറഞ്ഞ പാട്ട് തന്നെയാണ്. സോ ഐ തിങ്ക് ഐ എം ലക്കി ദാറ്റ് വേ. സൂപ്പർ. ഒരു പാട്ടും കൂടെ ആയല്ലോ. ഒരു പാട്ടും കൂടെ ആവാം. ഷുവർ. അപ്പം ഇത് അഗെയിൻ ഞാൻ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയതാണ്, ജ്വാലാമുഖി എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയെ റിലീസ് ചെയ്തേ. സ്മിത ചേച്ചി മോൾക്ക് വേണ്ടി 4 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടി എഴുതിയ വരികളാണ്. 7 അമ്മമാര് ചേർന്ന് ചെയ്ത ഒരു പാട്ടാണ് ജ്വാലാമുഖി. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. അനുശ്രീ, സീതാലക്ഷ്മി, പൂർണിമ ആൻഡ് സുഷ്മിത ചേച്ചി, സൗമ്യ, ഇത്രയും പേരൊക്കെയാണ് ഇതിൽ ഉള്ളത്. അത് എടുത്ത് പറയണം, ബിക്കോസ് ഇറ്റ്സ് 7 mothers. സോ ദിസ് ഇസ് എ സോങ് ഇൻ ദാറ്റ്. ഒരു കവിതയാണ്, ചെറിയൊരു കവിതയാണ്. പാടിയുറക്കുവാനാശിച്ചോരമ്പതൻ താരാട്ട് നീ കേട്ടില്ലയോ, നെഞ്ചിലെ ചൂടിൽ മയങ്ങുവാനാശിച്ച് കുഞ്ഞിളമേനിയെ പുൽകും നിതാമ്മ പഞ്ചാമൃതമായി ചുണ്ടിലേതാ. സൂപ്പർ. സജനയുടെ മെന്റേഴ്സ് ആരാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ? Who have been constantly inspiring you and motivating you? Definitely നമ്മുടെ ഫാമിലിയിലുള്ള സപ്പോർട്ട് അത് വേറെ, ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ വിത്ത് us. മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറിലി മൂർത്തി സർ എനിക്ക് ഗുരുസ്ഥാനീയനാണ്. സാറിന്റെ അഡ്വൈസും സാറിന്റെ ഗൈഡൻസും എൻ്റെ കരിയറിൽ തുടക്കം മുതൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മ്യൂസിക് 247 ജമീർ ഭയ്യ ബിക്കോസ് എൻ്റെ ആദ്യത്തെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഓർമ്മപ്പൂക്കളാണ്. അപ്പം ഓണപ്പാട്ടായിട്ട് ചെയ്തതാണ്. സോ എനിക്ക് ഐ കോൾ ഹിം ഭയ്യ ഓൾസോ. അത്രമാത്രം എൻ്റെ മ്യൂസിക് കരിയറിൽ ഈ പറഞ്ഞതുപോലെ അവസരം തന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന മ്യൂസിക് കമ്പോസേഴ്സും ഉണ്ട്. വൺ സച്ച് പേഴ്സൺ ഐ ഹാവ് ടു ടേക്ക് ഹിസ് നെയിം ഇസ് രാഹുൽ രാജ് ആണ് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മപ്പൂക്കൾ റിലീസ് ചെയ്യുന്നത്. രാഹുലാണ് ഒരു കമ്പോസറാണ് അദ്ദേഹം. ഹി ഡസന്റ് ഹാവ് ടു എൻകറേജ് ഓർ പ്രൊമോട്ട് അനദർ കമ്പോസർ, ബട്ട് ഹി ഡിഡ്. പാട്ട് ഞാൻ ട്യൂൺ ചെയ്ത് കേൾപ്പിക്കുന്ന തൊട്ട് ഓരോ ഘട്ടത്തിലും ഹി വാസ് ദേർ. ആൻഡ് സോ ദീസ് 3 people ആൻഡ് അബവ് ഓൾ മൈ ഈ പറയില്ലേ, നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ ഒരു സോൾ ട്രൈബ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. സോ അതൊക്കെയാണ് നമ്മൾ മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ കരിയറിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ആയിട്ട് സ്ട്രെങ്ത് ആയിട്ട് നിന്നിട്ടുള്ളത്. Yes, also your family, your husband has been constantly supporting you. Yes. Amazing. So keep up the good work, Sajna. And then thank you so much for sharing your experience with us, and keep singing and keep composing. Thanks a lot. Thank you, Cynthia. Lovely talking to you. Thank you. Bye. Moving on to Mr. Manu. എനിക്കൊന്നും ഇപ്പോൾ ഈ OTT പ്ലാറ്റ്ഫോം ഒത്തിരി അങ്ങ് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ്? ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോം വാസ്തവത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നതിന് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനെതിരെ അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന പോലും പ്രത്യേകിച്ച് പ്രസക്തമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലഘട്ടത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള മുന്നോട്ടുള്ള ഗതിയുടെ ഒരു കാര്യമാണ്. മനുഷ്യന്റെ ജീവിത രീതിയും സ്പേസിങ്ങും എല്ലാം അതിനനുസരിച്ച് കീബോർഡ് മാറിക്കഴിഞ്ഞതിന് ശേഷം പതുക്കെ വരുന്നൊരു സാധനമാണ്. പുറകെ നേരത്തെ ഉണ്ടാവേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അഭിജയായിട്ട് ഒരു ഇൻ്റർവ്യൂ ചാറ്റ് ഉണ്ടായിരുന്നു. അപ്പം അഭിജ പറയുന്നത് വെച്ചാൽ മനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എന്താ പറയുക, ആൾക്കാർക്ക് ഒരു സ്ക്രിപ്റ്റ് പറയുകയാണെങ്കിൽ തന്നെ ആ മൊത്തത്തിൽ ആ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു ഫീല് കിട്ടും എന്നാണ് അഭിജ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തത്. ഇപ്പം ചിത്രം പറയുകയാണെങ്കിൽ റിലീസായ ഷോർട്ട് ഫിലിം എറർ എന്ന് പറഞ്ഞ ഫിലിമിൽ അഭിജ ഉണ്ട്, അതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ. ആ ഒരു ഫിലിം ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ വീട്ടിലിരുന്ന് തന്നെയാണ് എല്ലാരെയും കൊണ്ട് അഭിനയിപ്പിക്കുക. എങ്ങനെ പറ്റി അതിനൊരു? അത് വർഷത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം, ഒരു ചാലഞ്ചിങ് തന്നെയായിരുന്നു. അഭിജ ഉൾപ്പെടെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരെല്ലാം വളരെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ കത്തരയിൽ നിന്ന് എഴുതിയിട്ട് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാഹചര്യങ്ങൾ ആത്മഹത്യ കുറെ കൂടെ ബുദ്ധിമുട്ടായിരുന്നു. ലോക്ക്ഡൌണിന്റെ ഇരിക്കുമായിരുന്നു. മറ്റൊരാൾക്ക് ഒരിടത്ത് പോയി ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആള് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു.
പിന്നെ ഒരു ലൊക്കേഷൻ ഒന്നിലധികം ലൊക്കേഷനായിട്ട് കാണിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, അത് ആ ഘട്ടത്തില് ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ലോക്ക്ഡൌണിൽ സിനിമ എടുക്കുമ്പോൾ അത് മറ്റ് ലോക്ക്ഡൌൺ ഇല്ലാത്ത കാലത്ത് സിനിമ എടുക്കുന്ന അതേ ഗ്രാമറോട് കൂടി ലോക്ക്ഡൌൺ സിനിമ എടുക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഞാൻ കാണിച്ചു. കാരണം സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സ്പേഷ്യലിന്റെ ലിമിറ്റേഷനെ മറികടക്കാനുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള വഴികൾ വേറെ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. बाबा जी आप दरवाजा खुला था, मेरा मोबाइल टॉयलेट में गिरा, आपका डिनर आप ही समझ गया बेटा, तेरे को और कोई काम नहीं है क्या? यह मत देख, सादा खतरा है. അടുത്തൊരു മൂവി ഉണ്ടായിരുന്നു, റിലീസാകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, ബട്ട് ഹക്കീം മൂവ്സ് ഹിമാലയ എന്ന് പറയുന്ന ചിത്രം. അത് യഥാർത്ഥത്തിൽ അതൊരു കംപ്ലീറ്റ്ലി എക്സ്പെരിമെന്റ് പ്രോജക്റ്റ് ആയിരുന്നു. അതിന് കുറച്ച് ഹോംവർക്ക് ചെയ്യേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഹിമാലയത്തിൽ പോയത് ആ സമയത്ത് കണ്ട വീണ്ടും ആ ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോയത്. ഹിമാലയത്തിലേക്ക് പോയി അല്ലേ? അതിലേക്ക് പല പോയിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ ഈ പർട്ടിക്കുലർ വർക്കിനായിട്ട് പോയിരുന്നില്ല. ഈ കുറച്ച് വളരെ പിന്നെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു വർക്കാണെന്നുള്ളൊരു കുറെ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് അവർക്ക്. അതാണ് റൈറ്റ്. ഇപ്പം നിങ്ങളുടെ 2 സിനിമ നോക്കുകയാണെങ്കിലും ഇന്ദ്രൻസ് ചേട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ലോക്ക്ഡൗൺ ഫിലിമിനെ കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹം എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്തത്? ബിരിജേട്ടന് ഒരു സ്വാഭാവികമായിട്ടും ബിരിജേട്ടന് ഒരു വലിയ റോളല്ല അതിനകത്ത്. അത് പക്ഷെ വളരെ കീ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ആ റോള്. അപ്പൊ അതിനുള്ള ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചപ്പോൾ ഞാൻ വാസ്തുവിലും സ്വാഭാവികമായിട്ട് ആലോചിച്ച ഒരാളാണ്. ഈ ഘട്ടത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സമയത്ത് ചോദിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു പ്രായവും ഒക്കെയാണ്. ഒരു ഹിന്ദിക്കാരനുമാണ്. ചേട്ടൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നതാണ്. മനു സർ, ആസ് എ പേഴ്സൺ എങ്ങനെയാണ്? ആർ യു വെരി സീരിയസ് ഓർ ഉള്ളിൽ ഒരുപാട് കോമഡി തമാശയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി? എങ്ങനെയാണ് സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി? കീപ് അപ്പ് ദ കോമഡി. അതൊരു ഏത് പിന്നെ നല്ല മനുഷ്യന്റെയും അടിസ്ഥാന ആഗ്രഹം കോമഡി കീപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ചിരി മാന്യത്തിന്റെ പറഞ്ഞിട്ട് കാര്യം. അതെ അതെ. ഇപ്പൊ എന്താ അടുത്ത പരിപാടി എന്താണ് ലോക്ക്ഡൌണിന് ശേഷം? എനിക്ക് ലോക്ക്ഡൌണിൽ ഇതിപ്പോ ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു മോഡിലുള്ള സാധനമാണ് ഞാൻ ചെയ്തിരുന്നത്. ഇത് സ്പേസിന്റെയും ആളുകളുടെ പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിലും ക്രിയേറ്റീവായിട്ട് മൊബൈൽ ഫോണിനകത്തും ലാപ്ടോപ്പിനകത്തും ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. ഈ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന രീതിയിലാണ്. അപ്പൊ നമ്മുടെ ചുറ്റും ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ സെൻസുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അന്വേഷണം കൂടാണ്. വേണമെങ്കിൽ ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഈ എറർ എന്ന് പറയുന്നത്. അതിന്റെ കുറച്ചുകൂടെ ത്രില്ലർ വിഭാഗത്തിലുള്ള 1-2 സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അടിപൊളി. ഓക്കെ, സൂപ്പർ. സോ എന്തായാലും സാറിൻ്റെ വർക്ക്സ് എല്ലാവരും ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ തീർച്ചയായിട്ടും ദേ ആർ ലുക്കിംഗ് ഫോർവേഡ്. അതുപോലെ ബാക്കിയുള്ളവർക്ക് ഇപ്പം ഈ ഒരു വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും എല്ലാം കാണുന്നതും ഇതിനെക്കുറിച്ചൊരു ഇമ്പോർട്ടൻസ് അറിയുന്നതും ചെയ്യുന്നത്. സോ അത് ഡെഫിനറ്റ്ലി ഒരു ബ്ലെസ്സിങ് അല്ലേ? ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ സിനിമ വീണ്ടും ആൾക്കാർ കാണുന്നു, അപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാക്കുന്നതും അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ലോക്ക്ഡൌൺ സമയത്ത് വേറൊരു തലത്തിലെത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ചലഞ്ചിങ് ആണ്. ചലഞ്ചിങ് ആയതുകൊണ്ട് തന്നെ അത് രസമാണ്. തീർച്ചയായിട്ടും. സോ എനിവേസ് സോ താങ്ക് യു സോ മച്ച് നമ്മളോടൊപ്പം കുറച്ച് നേരം തങ്ങളുടെ വർക്കിനെ കുറിച്ച് ഷെയർ ചെയ്തതിൽ. താങ്ക്സ് എ ലോട്ട്. Well, we are coming to the end of this episode. In the Manila guest it be from Sanidhanandan, Dhanya, Sajna and also Manu. Thank you so much for being on our show. It was a pleasure for us as well. So keep up the good work and thanks a lot. We are going to wind up today's episode of Kappa Prime Time. We'll be coming back with yet another set of guests till we meet again. It's Cynthia signing off. Bye-bye.